അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ വിവാഹ മാമാങ്കം ഒരു ചോദ്യമാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചിരുന്നത്. ഒരുപാട് റെസ്പോൺസൊക്കെ കിട്ടി. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്കൊന്നുകൂടെ എന്താണെങ്കിലും അതിനെക്കുറിച്ച് നമുക്ക് ചെയ്യാം. ഈ വിവാഹ മാമാങ്കത്തിനോട് ചേർന്നിട്ടുള്ള വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് അതിനോട് അനുബന്ധിച്ചിട്ടുള്ള സദ്യ. ചിലത് സദ്യ ആയിരിക്കാം, ചിലത് ബുഫേ ആയിരിക്കാം, എന്താണെങ്കിലും ആ ഫുഡ് അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് കുറച്ച് ചിന്തകൾ പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പല കല്യാണങ്ങളും അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ കൊച്ചിലേക്ക് പോയിരുന്ന കല്യാണങ്ങളാണ് ഓർക്കണം. വളരെ സിമ്പിൾ മാരേജസ്. അതായത് നാട്ടുകാരെ എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു കല്യാണം, അവരുടെ കൺമുന്നിൽ തന്നെ വളർന്ന ഒരു കുട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ആഘോഷമാണ്. പിന്നെ എല്ലാവരും ചേർന്ന് സദ്യ ഉണ്ടാക്കും, നാട്ടുകാരൊക്കെ തന്നെ ചേർന്ന് സദ്യ ഉണ്ടാക്കും. നാട്ടിൽ ഒരു ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചൊരു ഈസ്തെറ്റിക് സെൻസുള്ള ഒരു ലേഡി പെൺകുട്ടിയെ അണിയിച്ചൊരുക്കി പന്തലിലേക്ക് ഇറക്കും. പന്തലെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ തന്നെ ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പന്തൽ. വരനെയൊക്കെ ആനയിച്ചിരുത്തി കല്യാണം കഴിഞ്ഞു, എല്ലാവരും സദ്യ കൊണ്ടു തിരിച്ചുപോയി. പിന്നെ അവിടുത്തെ കുട്ടിപ്പട്ടാളമുണ്ട്, അവരെല്ലാവരും കൂടെയാണ് ബാക്കിയുള്ള ഫുഡ് എല്ലാ വീടുകളിലും പകർച്ച കൊണ്ടെത്തിക്കുന്നത്. പക്ഷേ അങ്ങനെ ആ പകർച്ച എത്തിക്കുന്നതിലൂടെ ശരിക്കും പറഞ്ഞാൽ ഒരു പാഠം പഠിക്കുന്നുണ്ട്. ഫുഡ് വേസ്റ്റ് ആക്കാതിരിക്കുക, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ കല്യാണ സദ്യയുടെ സമയത്തും ഇത് അപ്പം വരുന്ന എല്ലാവർക്കും തന്നെ ആവശ്യമുള്ള എല്ലാവർക്കും തന്നെ കൊടുത്തു വയ്ക്കുന്നുണ്ട്. അതല്ലാതെ നമ്മളാണെങ്കിലും ഇങ്ങനെ കുട്ടിപ്പട്ടാളത്തിൻ്റെ സഹായത്തോടുകൂടി ഇത് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ജീവിത പാഠങ്ങളിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട് ഫുഡ് വേസ്റ്റ് ചെയ്യരുതെന്നുള്ള കൊച്ചിലെ പഠിക്കുന്ന ഒരു കാര്യം. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ വലിയ വലിയ മാമാങ്കത്തിന് ചെന്ന് കഴിയുമ്പോഴല്ലോ ഒരു ആലീസ് ഇൻ വണ്ടർലാൻഡ് ഫീലാട്ടോ. ഒരു തീമാറ്റിക് വെഡ്ഡിങ്ങും എങ്ങനെ എന്താ പറയുക, പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഗ്രീറ്റ് ചെയ്യാനും മീറ്റ് ചെയ്യാനും ഒക്കെ അവിടെ ആൾക്കാരുണ്ടാവും. അവർ നമ്മളെ വരൻ്റെയും വധുവിൻ്റെ ഒക്കെ അടുത്ത് കൊണ്ട് നിർത്തും, പിന്നെ ഫോട്ടോ എടുക്കും. പിന്നെ നമ്മൾ ഡൈനിങ് റൂമിലേക്ക് പോവാണ്. സെപ്പറേറ്റ് ഡൈനിങ് റൂമൊക്കെ ആയിരിക്കും. അവിടെ വലിയ കാര്യമായിട്ട് ബുഫേ, ഒരുപാട് കൗണ്ടറുകൾ ഉണ്ടാവും, ലൈവ് കുക്കിംഗ്, അങ്ങനെ വലിയ ആഘോഷമായിട്ട് നടക്കുന്നതാണ്. പക്ഷേ ഈ സ്ഥലത്ത് എത്തുമ്പോൾ എൻ്റെ കണ്ണുകൾ എപ്പോഴും ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കാണുന്നതാണ് എൻ്റെ കണ്ണുകൾ. ഡസ്റ്റ്ബിന്നിൽ നിറഞ്ഞ് കവിയുന്ന ഡസ്റ്റ്ബിന്നായിരിക്കും. ആൾക്കാർ ഫുഡ് എടുത്തു കഴിഞ്ഞിട്ട് പലതും വേസ്റ്റാക്കും. ആവശ്യമുള്ളത് മാത്രം എടുത്താൽ പോരെ. ഈ ഫുഡ് വേസ്റ്റേജ് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നൊരു ചിത്രമുണ്ട്. എല്ലാവരും കണ്ടിട്ടുള്ളൊരു ചിത്രമായിരിക്കാം. സുഡാൻ ഫാമിൻ്റെ സമയത്ത്, സുഡാൻ ക്ഷാമത്തിൻ്റെ സമയത്ത് ഒരു വൾച്ചർ ഒരു മൃതപ്രായനായ ഒരു കുഞ്ഞിനെ വലിച്ചു കയറാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുക. ആ കുഞ്ഞ് മരിച്ചിട്ടില്ല, ശരിക്കും അപ്പം തന്നെ മരിക്കും എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. ആ സിറ്റുവേഷൻ അതിൻ്റെ ഫോട്ടോഗ്രാഫർ ഒരു കെവിൻ കാർട്ടർ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോട്ടോ ശരിക്കും പറഞ്ഞാൽ മനുഷ്യ മനസ്സാക്ഷിയെ പിടിച്ചുലയ്ക്കുന്ന ഒരു ഫോട്ടോ ആണ്. ഇതിനകത്ത് ഇപ്പോൾ സുഡാനിൽ എന്തെങ്കിലും സംഭവിച്ചു, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മലയാളിയുടെ ധാർഷ്ട്യം നമുക്ക് ആവശ്യമൊന്നുമില്ല. ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെല്ലാവർക്കും സെയിം റൈറ്റ് ആണുള്ളത്. പ്രകൃതിയിൽ നിന്ന് കിട്ടുക. അപ്പോൾ പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സെയിം റൈറ്റ് ഉള്ളൊരു സാധനമാണ്. ഈ അടുത്തിടയ്ക്ക് നവമാധ്യമങ്ങളിലൂടെ പ്രചരിച്ച വേറൊരു കഥയുണ്ട്. രത്തൻ ടാറ്റയാണ് നമ്മളുടെ ഒരു ഫേമസ് ഇന്ത്യൻ പേഴ്സണാലിറ്റി രത്തൻ ടാറ്റയാണെന്ന് എനിക്ക് തോന്നുന്നത്. ജർമ്മനിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ചില ജർമ്മൻ സുഹൃത്തുക്കളും ഇന്ത്യൻ സുഹൃത്തുക്കൾ, ജർമ്മനിയിൽ താമസിക്കുന്ന ഇന്ത്യൻ സുഹൃത്തുക്കളും കൂടെ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നു, കുറേ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ അവർ ചുറ്റും ശ്രദ്ധിക്കുമ്പോൾ എല്ലാവരും വളരെ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവരൊക്കെ ദരിദ്രരാണോ എന്ന് വിചാരിച്ചു പോവുകയോ ചെയ്തു. പക്ഷേ ഇവർ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, കുറേ വേസ്റ്റാക്കി, ആസ് യൂഷ്വൽ വേസ്റ്റാക്കി എണിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പുറത്തെ ടേബിളിലിരുന്ന കുറച്ച് പ്രായമുള്ള ലേഡീസ് ഭയങ്കരമായിട്ട് ഒച്ചയിൽ വെയിറ്ററെ വിളിച്ചിട്ട് ഒച്ചയെടുത്ത് സംസാരിക്കുന്നു, ആരെയോ ഫോൺ ചെയ്യുന്നു. അപ്പോൾ ഇവരിങ്ങനെ ഇതെന്താണെന്ന് വിചാരിച്ച് വണ്ടടിച്ച് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഇവർ ഇംഗ്ലീഷിലാക്കി സംസാരം. അപ്പോഴാണ് ഇവർക്ക് കാര്യം മനസ്സിലാവുന്നത്. അവർ ഇതേ പോളിസിയാണ് പറഞ്ഞിരിക്കുന്നത്. ഫുഡ് ഇവർക്ക് പൈസ ഉണ്ടാവാം, പക്ഷേ ഫുഡിൽ എല്ലാവർക്കും സെയിം അധികാരമാണുള്ളത്, സെയിം റൈറ്റ് ആണുള്ളത്. ഒരിക്കലും ഇവർ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോഴത്തേക്കും സോഷ്യൽ വെൽഫെയർ ബോഡിയിൽ നിന്ന് ആൾ വന്നു കഴിഞ്ഞു, ഇവർക്ക് ഫൈൻ കൊടുക്കുകയും ചെയ്തു. അത് പഠിപ്പിക്കുന്ന പാഠം ഇതാണ്. എല്ലാവർക്കും കയ്യിൽ പൈസ ഉണ്ടാവാം, പക്ഷേ അതിൻ്റെ ധാർഷ്ട്യം ഇതേപോലെ ഫുഡ് വേസ്റ്റ് ചെയ്തല്ല കാണിക്കേണ്ടത്. മനുഷ്യ മനസ്സാക്ഷിയെ പിടിച്ചുലയ്ക്കുന്ന ആ ഒരു ചിത്രം മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ഫുഡ് ആരും വേസ്റ്റ് ആക്കില്ല. കാരണം ആ ചിത്രം കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കാണണമെന്ന് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. പിന്നെ ആ ചിത്രം എടുത്ത ആളുടെ അവസ്ഥയോ, അയാൾ സിവിയർ ഡിപ്രഷനിലാവുകയും ചെയ്തു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അയാൾ സൂയിസൈഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത്രയ്ക്കും അതിൻ്റെ സിവിയറിറ്റി, അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിയ ഒരു മനുഷ്യനായിരുന്നു. ദാരിദ്ര്യം അല്ലെങ്കിൽ ഭക്ഷണമില്ലായ്മ, ഈ ക്ഷാമം, അതിൻ്റെയൊക്കെ സിവിയറിറ്റിയെ നേരിട്ട് കണ്ട ഒരാൾക്ക് അത് സർവൈവ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിന് എന്ത് ചെയ്യാൻ പറ്റും? ഇനി നമ്മൾ അവിടെ ഇവിടെ ഇപ്പോൾ സുഡാനിലോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തൊക്കെ പോയി എന്തെങ്കിലും ഗുണപരമായ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നല്ല പറയണത്. നമ്മൾ എടുക്കുന്ന ഫുഡ് എവിടെ ചെന്നാലും കഴിക്കാൻ നമ്മളുടെ പ്ലേറ്റിലേക്ക് എടുക്കുന്ന ഫുഡ് മുഴുവൻ കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരില്ലേ? അപ്പോൾ ഇവിടെയും
ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ്. ഒരു ചെറിയ ചേഞ്ച്, ചെറിയ ഗുണപരമായ മാറ്റങ്ങൾ അത് സമൂഹത്തിലാണ് മാറ്റം ഉണ്ടാക്കുന്നത്. കാരണം നമ്മളുടെ കുടുംബവും നമ്മളുടെ സമൂഹം എന്ന് പറഞ്ഞ് ഡിറ്റാച്ച്ഡ് അല്ല. വ്യക്തി, കുടുംബം, സമൂഹം ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വ്യക്തിയിലുണ്ടാകുന്ന മാറ്റം, കുടുംബത്തിലുണ്ടാകുന്ന മാറ്റം അത് സമൂഹത്തിൽ പ്രതിഫലിക്കും, രാഷ്ട്രത്തിലും പ്രതിഫലിക്കും. അപ്പോൾ ഈ ഒരു ചെറിയൊരു ആറ്റിറ്റ്യൂഡ് ചേഞ്ചിലൂടെ, ഇതൊക്കെ ചെറിയ ആറ്റിറ്റ്യൂഡ് പ്രോബ്ലംസ് ആണ്. ഇതൊക്കെ പറയാൻ നീ ആരാ എന്നൊന്നും ചിന്തിക്കണ്ട കേട്ടോ. കുറച്ച് നാളത്തെ അധ്യാപനത്തിൻ്റെ എക്സ്പീരിയൻസിൽ പറയുകയാണെന്ന് വിചാരിച്ചാൽ മതി.